ഹലോ നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ലിച്ചാച്ചിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡീപ്പ് എക്കോളജി ബേസിക് പ്രിൻസിപ്പിൾസ് എന്നുള്ള ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതൊരു ചെറിയ ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് ഫസ്റ്റ് നോക്കാം. A term coined in 1973 by the Norwegian philosopher Arne Naess, deep ecology is an environmental philosophy that signaled a paradigm shift from an anthropocentric perspective of looking at life to a biocentric perspective that values all living organisms and natural systems equally. അപ്പം ഈ ഒരു ഡീപ്പ് എക്കോളജി എന്നുള്ള ഒരു ടേം എൻവയറമെൻ്റൽ ഫിലോസഫിയിൽ നോർവീജിയൻ ഫിലോസഫർ ആയിട്ടുള്ള ആർനെ നെയ്സ് കോയിൻ ചെയ്തിട്ടുള്ള ഒരു ടേമാണ്. അപ്പം ഈ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു മെയിനായിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് ആന്ത്രോപ്പോസെൻട്രിക് ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവാണ്. അല്ല ആ ഒരു അതായത് ആന്ത്രോപ്പോസെൻട്രിക് പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, മനുഷ്യരാണ് എല്ലാറ്റിൻ്റെയും കേന്ദ്രം, അല്ലെങ്കിൽ എല്ലാതും സെൻറ്റർ ചെയ്തിരിക്കുന്ന മനുഷ്യരിലാണ്, അവരുടെ ചുറ്റുമാണ് ജീവജാലങ്ങളും മറ്റുള്ള പ്രകൃതിയും സംഭവങ്ങളൊക്കെ ഉള്ള എന്നുള്ള ഒരു വിശ്വാസം. അപ്പോൾ അതിൽ നിന്നും ആന്ത്രോപ്പോസെൻട്രിക് ആയ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്നുമുള്ള ഒരു ഷിഫ്റ്റാണ് ഡീപ്പ് എക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എവിടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? ബയോസെൻട്രിക് പേഴ്സ്പെക്റ്റീവിലേക്കാണ്. ബയോസെൻട്രിക് പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്കോളജി അല്ലെങ്കിൽ പരിസ്ഥിതി അല്ലെങ്കിൽ നമുക്ക് ചുറ്റുപാടുമുള്ള ജീവജാലങ്ങൾ, അവയൊക്കെയാണ് ഈ പറയുന്ന സെൻട്രായിട്ടുള്ള കാര്യം. അതിന് ചുറ്റുമാണ് മനുഷ്യർ നിൽക്കുന്നത് എന്നുള്ളൊരു ഐഡിയയാണ് ബയോസെൻട്രിക് പേഴ്സ്പെക്റ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. മറിച്ച് ആന്ത്രോപ്പോസെൻട്രിക് ആയിട്ടുണ്ടെങ്കിൽ അവിടെ പ്രാധാന്യമുള്ളത് മനുഷ്യർക്ക് മാത്രമാണ്, ബാക്കിയുള്ളവർക്കൊന്നും കാര്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അത് കാര്യം ഓർത്തിരിക്കുന്നുണ്ട്. ആന്ത്രോപ്പോസെൻട്രിക് പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ബയോസെൻട്രിക് പേഴ്സ്പെക്റ്റീവിലേക്കുള്ള ഒരു ഷിഫ്റ്റിനെയാണ് ഡീപ്പ് എക്കോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് റെക്കഗ്നൈസസ് ദ ഇൻഹറന്റ് വർത്ത് ഓഫ് ഓൾ ലിവിങ് ബീങ്സ് റിഗാർഡ്ലെസ് ഓഫ് ദെയർ യൂട്ടിലിറ്റേറിയൻ വാല്യൂ ഫോർ ഹ്യൂമൻസ്. ഈ ഒരു തിയറി അനുസരിച്ച് അല്ലെങ്കിൽ ഈ ഒരു ബിലീഫ് അനുസരിച്ചിട്ട് എല്ലാ ജീവജാലങ്ങൾക്കും അവരുടെ ഉള്ളിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്, അവരുടെ ഒരു വർത്ത് ഉണ്ട്, ഒരു മൂല്യമുണ്ട്. അല്ലാതെ ഒരു ജീവി എപ്രകാരമാണ് ഒരു മനുഷ്യന് ഉപകാരപ്രദമാവുന്നത് അത് വെച്ചിട്ടല്ല അവൻ്റെ വാല്യൂ നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുക. അതായത് ഒരു ജീവിയുണ്ട്, അത് മനുഷ്യർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണെങ്കിൽ അത് ഭയങ്കര വാല്യൂ ഉള്ള ജീവിയാണ്. അതേസമയം തന്നെ മനുഷ്യർക്ക് യാതൊരു ഉപകാരവും ഇല്ലാത്തൊരു ജീവിയാണെങ്കിൽ അത് വേർത്തില്ലാത്ത ജീവിയാണ് എന്നുള്ള ഒരു ഐഡിയ നമ്മൾ പാടില്ല. അല്ലെങ്കിൽ ആ ഒരു ഐഡിയയ്ക്ക് എതിരായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ ഒരു എന്താ പറയുക ഡീപ്പ് എക്കോളജി എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നിട്ടുള്ളത്. The basic principles of deep ecology given below were formulated by Naess in collaboration with George Sessions, an American philosopher, while on a camping trip in California. They were later published as part of their broader work on deep ecology. These principles outline the implications of subscribing to the deep ecology philosophy. എങ്ങനെയാണ് ഡീപ്പ് എക്കോളജി ഫിലോസഫിയിലേക്ക് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നതാണ് ഈ പറയുന്ന ആർനെ നെയ്സും അതേപോലെ തന്നെ ജോർജ് സെഷൻസും കൂടിയിട്ട് ഈ ഒരു കുറച്ച് പ്രിൻസിപ്പിൾസ് നമുക്ക് തന്നിട്ടുണ്ടല്ലേ, ആ ഒരു പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലോട്ട് പോകാം. The well-being and flourishing of human and non-human life on earth have value in themselves. എല്ലാ തരത്തിലുള്ള മനുഷ്യരും മനുഷ്യരല്ലാത്തതുമായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ആ ഒരു വെൽബീയിങ് അല്ലെങ്കിൽ ഒരു ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, അതിന് അതിൻ്റേതായ ഒരു വാല്യൂ ഈ ഒരു എർത്തിലുണ്ട്. അത് മനുഷ്യനായിക്കോട്ടെ മനുഷ്യനല്ലാത്ത മറ്റ് ജീവജാലങ്ങളായിക്കോട്ടെ, അവർക്കൊക്കെയും ആ ഒരു വാല്യൂ ഉണ്ട്, അവരുടേതായിട്ടുള്ള ഇൻഹറൻ്റ് ആയിട്ടുള്ള ജനിച്ചപ്പോൾ മുതലുള്ള അവരുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു വാല്യൂ ഉണ്ട്. ദീസ് വാല്യൂസ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി യൂസ്ഫുൾനെസ് ഓഫ് ദി നോൺ ഹ്യൂമൻ വേൾഡ് ഫോർ ഹ്യൂമൻ പർപ്പസസ്. ഇത് ഒരിക്കലും നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ മനുഷ്യർക്ക് എത്രത്തോളം ഒരു ജീവിയെ അല്ലെങ്കിൽ ഒരു മരത്തിന് ഒരു സസ്യജാലത്തിന് എന്തിനായിക്കോട്ടെ മനുഷ്യന് അത് യൂസ്ഫുൾ ആണോ എന്നതനുസരിച്ചിട്ടല്ല അതിൻ്റെ മൂല്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. എല്ലാ ജീവജാലങ്ങൾക്കും ചുറ്റുപാടുമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അവരുടേതായിട്ടുള്ള തനതായിട്ടുള്ളൊരു മൂല്യമുണ്ട് എന്നുള്ളതാണ് അവരുടെ ഫസ്റ്റ് ഫിലോസഫി അല്ലെങ്കിൽ അവരുടെ ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിൾ. Richness and diversity of life forms contribute to the realization of these values and are also values in themselves. ഈ ഒരു റിച്ച്നെസ് അതേപോലത്തെ ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫാണ് എന്ത് ഫോം ചെയ്യുന്നത്, ഈ ഒരു റിയലൈസേഷൻ നമുക്ക് കൊണ്ടുവരികയാണ്. ഈ എല്ലാ വാല്യൂസും ദീസ് വാല്യൂസ് ആൻഡ് ആർ ഓൾസോ വാല്യൂസ് ഇൻ ദംസെൽസ്, എല്ലാ തരത്തിലുള്ള ജീവികൾക്കും അവരുടേതായിട്ടുള്ള ആ ഒരു വാല്യൂ ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക എപ്പോഴാണ് ആ ഒരു റിച്ച്നെസ്സും ഡൈവേഴ്സിറ്റിയും നമുക്ക് ചുറ്റുപാടും കാണുക. നമുക്ക് തന്നെ കാണാൻ സാധിക്കും നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരൊറ്റ ജീവി അല്ല ഉള്ളൂ, വേറെയും ഒരുപാട് ജീവികൾ, ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ജീവികളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെയും ലൈഫ് ഫോംസിൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ മാത്രമേ ആ ഒരു വാല്യൂവിനെയും അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ദംസെൽസ് ആയിട്ട് തന്നെയുള്ള വാല്യൂവിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനും തിരിച്ചറിയാനുമായിട്ട് സാധിക്കുകയുള്ളൂ.
അടുത്ത പ്രിൻസിപ്പിളായിട്ട് വരുന്നത് ഹ്യൂമൻസ് ഹാവ് നോ റൈറ്റ് ടു റെഡ്യൂസ് ദിസ് റിച്ച്നെസ് ആൻഡ് ഡൈവേഴ്സിറ്റി എക്സെപ്റ്റ് ടു സാറ്റിസ്ഫൈ വൈറ്റൽ നീഡ്സ്. ഇപ്പോൾ പ്രപഞ്ചത്തിൽ ഓൾറെഡി ഉള്ള ഇപ്പോൾ കുറേയൊക്കെ കുറഞ്ഞു കഴിഞ്ഞു, എന്നിരുന്നാലും ആ ഒരു ഡൈവേഴ്സിറ്റീനെ ഇല്ലാണ്ടാക്കാൻ അല്ലെങ്കിൽ ആ ഒരു റിച്ച്നെസ്സിനെ കുറയ്ക്കാനുള്ള യാതൊരു അധികാരവും മനുഷ്യനില്ല. എക്സെപ്റ്റ് എങ്ങനത്തെ സിറ്റുവേഷനിൽ അത്രയും അത്യാവശ്യമായ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക എന്നുള്ളതല്ലാതെ ആ ഒരു പ്രകൃതിനെയോ പ്രപഞ്ചത്തിലുള്ള ഒരു ജീവജാലത്തിനെ ചൂഷണം ചെയ്യാനോ അവയുടെ അളവിൽ കുറവ് വരുത്താനോ ഒന്നുമുള്ള അവകാശം ആർക്കില്ല? മനുഷ്യന് ഇല്ല. The flourishing of human life and cultures is compatible with the substantial decrease of the human population. The flourishing of non-human life requires such a decrease. ഒരു നല്ലൊരു എന്താ പറയുക ശതമാനം നോൺ ഹ്യൂമൻ ലൈഫിനും അല്ലെങ്കിൽ മനുഷ്യരല്ലാത്ത മറ്റ് ജീവി വിഭാഗങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ അവർക്ക് ആ ഒരു ഇൻക്രീസ് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തുണ്ടാവണം എന്നാണ് പറയുന്നത്? ഹ്യൂമൻ പോപ്പുലേഷനിൽ ഒരു കുറവുണ്ടായിരിക്കും. മനുഷ്യരുടെ എണ്ണം ഇങ്ങനെ കൂടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മറ്റുള്ള ജീവജാലങ്ങളെ ചൂഷണം ചെയ്യാനുള്ള സിറ്റുവേഷൻ വരും. അതനുസരിച്ച് അവരുടെ ആ ഒരു എണ്ണത്തിൽ ഡിക്രീസ് വരും. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള നോൺ ഹ്യൂമൻ ലൈഫിനെ ഇൻക്രീസ് ചെയ്യിക്കണമെങ്കിൽ അവയുടെ ഡൈവേഴ്സിറ്റി വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതല്ല, ഹ്യൂമൻ പോപ്പുലേഷൻ കുറഞ്ഞാൽ മാത്രമേ അത്തരത്തിൽ ഡൈവേഴ്സിറ്റിക്ക് ഇൻക്രീസ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. Present human interference with the non-human world is excessive and the situation is rapidly worsening. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഹ്യൂമൻ ഇൻ്റർഫറൻസ്, അതായത് നോൺ ഹ്യൂമൻ വേൾഡിലേക്കുള്ള മറ്റുള്ള ജീവജാലങ്ങളുടെ ലോകത്തിലേക്കുള്ള മനുഷ്യരുടെ കൈകടത്തൽ എന്ന് പറയുന്നത് വളരെ അധികമാണ്, എക്സസീവ് ആണെന്നാണ് പറയുന്നത്. ഈ ഒരു സിറ്റുവേഷൻ എന്താണ്? വളരെ മോശമായ രീതിയിൽ തന്നെ അവരുടെ ആ ഒരു എന്താ പറയുക ഡൈവേഴ്സിറ്റീനെ വേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുക, അതിങ്ങനെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയും വഷളാക്കിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യരുടെ കൈകടത്തലുകൾ ഗണ്യമായിട്ട് കുറയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് അതിനകത്ത് പറയുന്നത്. പോളിസീസ് മസ്റ്റ് therefore be changed. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള പോളിസികളെല്ലാം ചേഞ്ച് ചെയ്യപ്പെടണം. These policies affect basic economic, technological and ideological structures. അത് തീർച്ചയായിട്ടും ബേസിക് ആയിട്ടുള്ള എക്കണോമിക്, ടെക്നോളജിക്കൽ, ഐഡിയോളജിക്കൽ സ്ട്രക്ചേഴ്സിനെ എല്ലാം ബാധിക്കും. ദ റിസൾട്ടിംഗ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് വിൽ ബി ഡീപ്ലി ഡിഫറെൻറ്റ് ഫ്രം ദ പ്രസൻറ്റ്. പക്ഷേ അതിൻ്റെ റിസൾട്ടായിട്ട് വരുന്ന ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒന്നായിരിക്കും. ദ ഐഡിയോളജിക്കൽ ചേഞ്ച് ഇസ് മെയിൻലി ദാറ്റ് ഓഫ് അപ്രീഷിയേറ്റിംഗ് ലൈഫ് ക്വാളിറ്റി. ശരിക്കും നമുക്കൊരു ഐഡിയോളജിക്കൽ ചേഞ്ച് കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്രീഷിയേറ്റിംഗ് ലൈഫ് ക്വാളിറ്റിയാണ്, ലൈഫിൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്, റാദർ ദാൻ അധറിങ് ടു ആൻ ഇൻക്രീസിംഗ്ലി ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അല്ലാതെ നമ്മൾ പറഞ്ഞു ഞാൻ ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡിലാണ് ഞാൻ ജീവിക്കുന്നത്, അതിനർത്ഥം ഒരുപാട് പൈസ ചിലവാക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്നുള്ളതിലല്ല നമ്മൾ നമ്മുടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, മറിച്ച് ആ ഒരു ക്വാളിറ്റിക്കാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ലൈഫ് ക്വാളിറ്റിയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിന് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ലൈനിൽ പറയുന്നുണ്ട്. There will be a profound awareness of the difference between big and great. അതായത് ബിഗും ഗ്രേറ്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എന്താണ് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്? അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ബിഗ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ക്വാണ്ടിറ്റിയാണ്, വലിയ എന്നൊരു മീനിങ്ങേ ഉള്ളൂ. അതേസമയം ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനാണ് ആ ഒരു മഹിമ വരുന്നത്, അതിനാണ് തനതായിട്ടുള്ള ഒരു ഭംഗി വരുന്നത് അല്ലേ. അപ്പോൾ ഒരിക്കലും ആ ഒരു ലൈഫ് സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കുക എന്നുള്ളതിനല്ല നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അതായത് ബിഗ് ആയിരിക്കുക എന്നുള്ളതിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, മറിച്ച് ലൈഫ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നത്, അതായത് ഗ്രേറ്റ് ആയിട്ടിരിക്കുക എന്നതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. Those who subscribe to the foregoing points have an obligation directly or indirectly to try to implement the necessary changes. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള മുന്നേ പറഞ്ഞു വെച്ചിട്ടുള്ള ഈ പോയിന്റ്സിനെ ഒക്കെയും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ അതിന് മനസ്സ് തോന്നുന്ന ആളുകൾക്ക് എല്ലാവർക്കും അവർ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഈ പറയുന്ന നെസസറി ചേഞ്ചസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാധ്യതയുള്ളവരാണ് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ എങ്ങനെയാണ് മനുഷ്യർ നോൺ ഹ്യൂമൻ ആയിട്ടുള്ള വേൾഡിനോട് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, അതിൻ്റെ ആയിട്ട് എന്ത് ചേഞ്ചസ് ആണ് സമൂഹത്തിൽ വരേണ്ടത് എന്നൊക്കെയാണ് ഈ പറയുന്ന ഡീപ്പ് എക്കോളജി ബേസിക് പ്രിൻസിപ്പിൾസ് എന്നുള്ള ചാപ്റ്ററിൽ പറയാനായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത് കേട്ടോ. താങ്ക് യു.